ഇപ്പോൾ നടൻ ജയസൂര്യ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. കഴിഞ്ഞ ഒരു മാസത്തോളമായി അദ്ദേഹം അമേരിക്കയിലായിരുന്നു. ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്ന സമയത്ത് അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അച്ഛൻ എപ്പോഴും അങ്ങനെ ടൂറില്ല. ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ പറയും ജപ്പാൻ. ആരോപണങ്ങളിൽ ജയസൂര്യയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരെങ്കിലും വെടിവെച്ചോ ബോംബെറിഞ്ഞോ കൊല്ലാൻ വന്ന എനിക്ക് പേടിയില്ല. ആ ചാനലുകാരുടെ കൈ കിട്ടിയാൽ അവരെന്നെ. അതാണൊരു പേടി. അല്ല, പേടിയല്ല, ഒരു ഭയം. ഭയം. ഒരു മിനിറ്റ് ഞാനൊന്ന് ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേസ് രണ്ടും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. സോറി, അത് മാത്രമേ ചോദിക്കരുത്. വെടിക്കെട്ട് പത്ര ശശിയായിട്ട് ഞാൻ വാക്ക് കൊടുത്താണ്. എൻ്റെ നാവിൽ നിങ്ങളെ പേരിക്കും. അപ്പോൾ ലോയർ ഒരു എക്സാക്റ്റ് ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണും. നമ്മളെന്തായാലും കാണും. ഞാനിവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം. കാണണം. ആ കാണണമെന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ? റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത്. താങ്കളും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താണ്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതെല്ലാം നമുക്ക് കാണാം. നമുക്ക് കാണാം. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് അതെല്ലാം വഴിയെ മനസ്സിലാവുമല്ലോ. അത് പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെ നിന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോ. വ്യാജ പരാതിയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞിരുന്നത്. അതൊക്കെ എന്താണ്? അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. എനിക്കിവിടെ ഓട് വിളിക്കേണ്ട കാര്യമില്ല. എന്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ്. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ഇവിടെ ചെന്നാൽ ഈ വൃത്തിയായിട്ടവന്മാർ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ. ഞാൻ വരും കട്ടറുണ്ടോ? വിദേശത്തായിരുന്ന നടൻ ജയസൂര്യ നാട്ടിൽ മടങ്ങി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കേട്ടത്. പറ്റിപ്പോയടോ, ഇത് ഞാൻ എങ്ങനെ നൂരിപ്പോരും എന്റെ ദൈവം.